ഒരു എക്സാം ഹാളിൽ എല്ലാവരും കൂടി എക്സാം എഴുതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടെത്താനല്ല, ആൻസർ കണ്ടെത്താനാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. ലൂക്ക് പറഞ്ഞു. അവരവരുടെ സീറ്റിൽ നിന്നും എണീക്കുന്നതും ഈ മത്സരത്തിന് പ്രശ്നമല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു. മാത്രവുമല്ല കമ്പനിക്ക് അവരവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതാണ് ആവശ്യമെന്നും ലൂക്ക് പറയുന്നു. പക്ഷേ മുന്നിലിരിക്കുന്നയാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പേപ്പർ കയ്യിലെടുത്ത് നോക്കാൻ തുടങ്ങി. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തതാണെങ്കിലോ എന്ന് ഒരു കുട്ടി സംശയം പറയുന്നു. അവർ പേപ്പർ ലൈറ്റിന്റെ ഫ്രണ്ടിൽ വെച്ച് നോക്കുന്നു. ഹാലജൻ ബൾബാണെന്ന് പറഞ്ഞിട്ട് അത് ഐഡിയ മാറ്റി വെക്കുകയാണ്. കണ്ണിന്റെ മുന്നിൽ കാണാൻ പറ്റാത്ത ഏതെങ്കിലും ലൈറ്റിലായിരിക്കും ഇതിന്റെ ആൻസർ ഉണ്ടാവുക എന്ന് ചക്ക് പറയുന്നു. കണ്ണിൽ കാണാൻ പറ്റാത്തത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ലൂക്കും ചോദിക്കുന്നു. അങ്ങനെ അവർ എല്ലാ തരത്തിലുള്ള ലൈറ്റ് സോഴ്സും തപ്പി പോവുകയാണ്. അതിനുവേണ്ടി ഇവർ മുറുക്കി ചുറ്റുമുണ്ടായിരുന്ന ഗ്ലാസുകളൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തോ പിറുപിറുക്കുന്ന ശബ്ദം അവർ കേട്ടു. അത് ഡെഫ് ആയിരുന്നു, അതായത് മുന്നിൽ ശബ്ദമൊന്നും ഇല്ലാതെ ഇരുന്ന വ്യക്തി. പക്ഷെ അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫ്രഞ്ച് ആയിരുന്നു. അവിടെയുള്ള ആർക്കും ഫ്രഞ്ച് അറിയില്ലായിരുന്നു. അയാൾ ആ ചില്ലുകളെല്ലാം വരി പേപ്പറിലേക്ക് നീക്കി. അത് കണ്ടിട്ട് എന്തോ പറയുകയാണ്. പോളി ഉടനെ തന്നെ സെക്യൂരിറ്റിയുടെ അടുത്തെത്തി അയാളുടെ പോക്കറ്റിൽ നിന്നും ലൈറ്റർ എടുക്കുന്നു. എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ എന്ന് ചക്ക് പറയുന്നു. പോളിയും അത് സംഭവിക്കുന്നു. അവൾ ആ തീ സ്പ്രിംഗ്ലറിന്റെ മേലെ കാണിക്കുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. പോളി ലൈറ്റർ കത്തിച്ച് സെൻസറിൽ കാണിക്കുന്നുണ്ടെങ്കിലും സെൻസർ ഓൺ ആവുന്നില്ല. ലൂക്ക് ഉടനെ ഒരു പേപ്പർ മടക്കി കത്തിച്ചിട്ട് ഈ സെൻസറിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ വെള്ളം വരുന്നു. പക്ഷെ പേപ്പറിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. അപ്പോഴാണ് പോളി തിരിച്ചറിയുന്നത് ലൂക്ക് ചുരുട്ടി കൊടുത്തത് അവളുടെ തന്നെ പേപ്പറായിരുന്നു. അങ്ങനെ പോളി ഔട്ടാവുകയാണ്. അപ്പൊ തന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ലൂക്കിനോട് ദേഷ്യം തോന്നുകയാണ്. ഇതോടെ കളി മാറുന്നു.